ഹലോ, എൻ്റെ പേര് വരുൺ. UPSC CSAT എക്സാമിനേഷൻ ക്ലിയർ ചെയ്യാനായിട്ട് എല്ലാവർക്കും സാധിക്കും. ഈ എക്സാമിൽ ഒരു ബേസിക് ന്യൂമറിക്കൽ അബിലിറ്റിയും ക്വാണ്ടിറ്റേറ്റീവ് അബിലിറ്റിയും ഒക്കെ ഉണ്ടോയെന്നാണ് എക്സാം ടെസ്റ്റ് ചെയ്യുന്നത്. സോ നമുക്ക് കുറച്ച് കൺസെപ്റ്റ്സ് നന്നായിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ ഈ എക്സാം എളുപ്പത്തിൽ ക്ലിയർ ചെയ്യാൻ പറ്റും. എല്ലാവർക്കും, മാത്സ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവർക്ക് വരെ കുറച്ച് മാസങ്ങളുടെ പഠനത്തിലൂടെ എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റും. സോ ഈ വീഡിയോസിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ കൺസെപ്റ്റ്സ് ഒന്ന് മനസ്സിലാക്കി തരലാണ്. ഇത് ബാങ്ക് എക്സാം പോലെ അധികം കാൽക്കുലേറ്റീവ് അല്ല, നിങ്ങൾക്ക് അധികം ഫോർമുല പഠിക്കാനോ അങ്ങനെയൊന്നുമില്ല. കൺസെപ്ച്വൽ ക്ലാരിറ്റി മാത്രം മതി ഈ എക്സാം ക്ലിയർ ചെയ്യാൻ. അപ്പം ഈ ഒരു കൺസെപ്റ്റ്സ് ക്ലാരിറ്റിയോടെ നിങ്ങൾക്ക് പറഞ്ഞു തരിക എന്നുള്ളൊരു ചെറിയ ഉദ്ദേശമാണ് ഈ വീഡിയോൻ്റെ. സോ നമ്മൾ ഓരോരോ കൺസെപ്റ്റായിട്ട് ക്ലിയർ ചെയ്യും. ഇന്ന് ഒരു ചെറിയൊരു കൺസെപ്റ്റ്, നമ്പർ സിസ്റ്റത്തിൽ, നമ്പർ തിയറിയിലുള്ള ഒരു കൺസെപ്റ്റാണ് ഇന്ന് എടുക്കുന്നത്. എക്സാമിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് നമ്പർ തിയറി. അപ്പം അതിൽ ഏതാനും കുറച്ച് കൺസെപ്റ്റ്സ് ഉണ്ട്. സോ നമ്മൾ ഒന്നൊന്നായിട്ട് ഓരോ കൺസെപ്റ്റും ഓരോ വീഡിയോയിൽ കൂടെ പഠിച്ചു പോകും, ചെറിയ ചെറിയ വീഡിയോകൾ. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഡിവിസിബിലിറ്റി എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് നമുക്ക് നോക്കാം. ഡിവിസിബിലിറ്റി എന്ന് പറയുമ്പം ഞാൻ 6 എന്നൊരു നമ്പർ 3 വെച്ച് ഡിവിസിബിൾ ആണെന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം 6നെ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ ഒന്നും കിട്ടത്തില്ല. അതായത് 6നെ കൃത്യമായിട്ട് 3 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇപ്പം 6 ഒരു ചെറിയ നമ്പറാണ്. അപ്പം നമുക്ക് അറിയാം 3ൻ്റെ മൾട്ടിപ്പിൾ ആണ് 6 എന്ന്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ മനസ്സിലാവും 6 ക്യാൻ ബി ഡിവൈഡഡ് ബൈ 3 ആൻഡ് വി ഗെറ്റ് നോ റിമൈൻഡർ. ദാറ്റ് ഇസ് 6 ഇസ് പെർഫെക്റ്റ്ലി ഡിവിസിബിൾ ബൈ 3. സോ ഒരു വലിയ നമ്പർ ഇങ്ങനെ നമ്പർ വെച്ച് ഡിവിസിബിൾ ആണോ അല്ല മനസ്സിലാവാനായിട്ട് നമുക്ക് കുറച്ച് ഷോർട്ട് കട്ടുകളുണ്ട്. ആ ഷോർട്ട് കട്ടുകളാണ് ഞാൻ ഇന്നിപ്പോൾ പറയാൻ പോകുന്നത്. സോ എല്ലാവർക്കും അറിയാം ഒരു നമ്പർ 2 വെച്ച് ഡിവിസിബിൾ ആണോ അല്ലേ എന്ന്. സോ ഒരു നമ്പർ 2 വെച്ച് ഡിവിസിബിൾ ആവണമെങ്കിൽ ആ നമ്പറിൻ്റെ ഏറ്റവും അവസാനത്തെ ഡിജിറ്റ് 0യോ 2ഓ 4ഓ 6ഓ 8ഓ ആവണം. ഫോർ എക്സാമ്പിൾ ഒരു നമ്പർ 102436, ഈ നമ്പറിൻ്റെ അവസാനത്തെ ഡിജിറ്റ് 6 ആണ്. അതുകൊണ്ട് തന്നെ ഈ നമ്പർ 2 കൊണ്ട് ഡിവിസിബിൾ ആണ്. 2 കൊണ്ടുള്ള ഡിവിസിബിലിറ്റി റൂൾ ഇത്രയും സിമ്പിൾ ആണ്. അവസാനത്തെ ഡിജിറ്റ് നോക്കുക. ആ ഒരു നമ്പർ എത്ര വലിയ നമ്പർ ആയാലും അതിൻ്റെ അവസാനത്തെ ഡിജിറ്റ് 0ഓ 2ഓ 4ഓ 6ഓ 8ഓ ആണെങ്കിൽ ആ നമ്പർ 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്ന് എൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് റിമൈൻഡർ ഒന്നും കിട്ടത്തില്ല. ദാറ്റ് ഇസ് 2 ഇസ് എ ഫാക്ടർ ഓഫ് ദിസ് നമ്പർ. ഫാക്ടർ എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പറിനെയാണ് ഫാക്ടർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ 12ൻ്റെ ഒരു ഫാക്ടറാണ് 3. 12നെ 3 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 3 × 4 is 12. അതുപോലെ തന്നെ ഏതൊരു നമ്പറിനെ 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്ന് അറിയാനായിട്ടാണ് ഈ ഒരു റൂൾ ഉപയോഗിക്കുന്നത്. ഇനി 3, ഒരു നമ്പർ 3 വെച്ച് ഡിവിസിബിൾ ആണോ അല്ലേ എന്ന് അറിയാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആ നമ്പറിലുള്ള എല്ലാ ഡിജിറ്റും ആഡ് ചെയ്ത് നോക്കുക. ഫോർ എക്സാമ്പിൾ 123. 123ലെ ഡിജിറ്റ്സ് എന്തൊക്കെയാണ്? 1ഉം 2ഉം 3ഉം. So 1 + 2 + 3, that is 6. Now we need to check if this sum of the digits is divisible by 3. So ഈ കേസിൽ 1 + 2 + 3 6 ആണ്. So 6 is divisible by 3 അല്ലേ? അങ്ങനെയാണെങ്കിൽ 123 would be divisible by 3. വേറൊരു എക്സാമ്പിൾ നോക്കാം. 1 2 4 6. Okay. 1 2 4 6. സോ 1 2 4 6 എന്നുള്ള ഈ ഒരു സംഖ്യ 3 വെച്ച് ഡിവിസിബിൾ ആണോ അല്ലേ എന്ന് അറിയാനായിട്ട് ഇത് ആഡ് ചെയ്ത് നോക്കുക. 1 + 2 + 4 + 6 ഇത് എത്രയാ? 13 അല്ലേ? 13 3 വെച്ച് ഡിവിസിബിൾ അല്ല. അപ്പം ഈ ഒരു നമ്പർ ഇസ് നോട്ട് ഡിവിസിബിൾ ബൈ 3. ഓക്കെ. സോ ഇപ്പം നമ്മൾ 2ൻ്റെയും 3ൻ്റെയും ഡിവിസിബിലിറ്റി ടെസ്റ്റ് പഠിച്ചു. ഇനി 4 എന്ന സംഖ്യ കൊണ്ട് ഒരു നമ്പർ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്ന് അറിയാനായിട്ട് ആ ഒരു വലിയ സംഖ്യ, എത്ര വലിയ സംഖ്യ ആയാലും അതിൻ്റെ അവസാനത്തെ 2 ഡിജിറ്റ് മാത്രം നോക്കുക. അവസാനത്തെ 2 ഡിജിറ്റ് 4 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് നോക്കിയാൽ മാത്രം മതി. ഫോർ എക്സാമ്പിൾ 8 7 6 5 4 3 2. ഓക്കെ, ഒരു 7 ഡിജിറ്റ് നമ്പറാണ്. ഇത് 4 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? അതായത് 4 ഈ ഒരു നമ്പറിൻ്റെ ഫാക്ടർ ആണോ അല്ലേ എന്ന് അറിയാനായിട്ട് ലാസ്റ്റ് 2 ഡിജിറ്റ് മാത്രം നോക്കിയാൽ മതി. ഓക്കെ. സോ 32നെ 4 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 4 × 8 is 32. That means this number can be divided by 4. 4 is a factor of this number. Okay, ഇത്രയേ ഉള്ളൂ. സോ ഇപ്പോൾ നമ്മൾ 2ൻ്റെയും 3ൻ്റെയും 4ൻ്റെയും നോക്കി. ഇനി 5, ഒരു നമ്പറിനെ 5 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ? ആ ഒരു നമ്പറിൻ്റെ അവസാനത്തെ സംഖ്യ
5 0 ആണെങ്കിൽ നമുക്ക് 5 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ 6 1 7 5 അല്ലേ, ഇതിൻ്റെ അവസാനത്തെ സംഖ്യ 5 ആണ്. അവസാനത്തെ സംഖ്യ 5 0 ആണെങ്കിൽ ഈ ഒരു നമ്പർ 5 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. Again 5 is a factor of this number. ഓക്കെ, ഇനി 6, ഒരു നമ്പർ 2 3 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ അത് 6 വെച്ചും ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഫോർ എക്സാമ്പിൾ 336. ഓക്കെ, ഇത് 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അവസാനത്തെ സംഖ്യ 6 ആണെങ്കിൽ 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇനി 3 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. 3 + 3 + 6 12. 12 is divisible by 3. So that means this number is divisible by 2 and 3. That means this number is also divisible by 6. Okay. ഇനി 8ന്റെ നമുക്ക് പഠിക്കാം. ഒരു നമ്പർ 8 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുകയോ ഇല്ലയോ. ഓക്കെ, സോ വി നീഡ് ടു സീ ഇഫ് 8 is a factor of a given number. സോ നമുക്കൊരു നമ്പർ തന്നിട്ടുണ്ട് 1024. ഓക്കെ, 8 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ ഇല്ല എന്ന് അറിയാനായിട്ട് അവസാനത്തെ 3 സംഖ്യ മാത്രം നോക്കിയാൽ മതി. സോ അവസാനത്തെ 3 സംഖ്യ 0 2 4. ഈ 3 സംഖ്യനെ 8 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മൊത്തം നമ്പർ ക്യാൻ ബി ഡിവൈഡഡ് ബൈ 8. 24നെ 8 വെച്ച് ഡിവൈഡ് ചെയ്യാം. 8 × 3 is 24. അതുപോലെ തന്നെ 8 3 6 3 2 8. ഓക്കെ, ഈ ഒരു നമ്പറിനെ 8 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ ഇല്ല എന്ന് അറിയാനായിട്ട് അവസാനത്തെ 3 ഡിജിറ്റ് മാത്രം നോക്കുക. സോ ഇതിനെ 8 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? 8 × 4 is 32 ആൻഡ് പിന്നെ 1. സോ 328 is divisible by 8. That means this entire number is divisible by 8. ഇനി 9, ഒരു നമ്പറിന് 9 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ ഇല്ല എന്ന് അറിയാനായിട്ട് ആ നമ്പറിനെ മൊത്തം ആഡ് ചെയ്യുക. നമ്മൾ 3ന്റെ ചെയ്ത പോലെ തന്നെ ആ നമ്പറിലെ എല്ലാ ഡിജിറ്റ്സും ആഡ് ചെയ്യുക. ആ ഡിജിറ്റ്സിന്റെ എല്ലാ ഡിജിറ്റും ആഡ് ചെയ്തിട്ട് അതിന്റെ സം 9 9ന്റെ മൾട്ടിപ്പിളോ ആണെങ്കിൽ ദാറ്റ് നമ്പർ ഇസ് ഡിവിസിബിൾ ബൈ 9. ഓക്കെ, ഫോർ എക്സാമ്പിൾ 2 7 1 8. Okay, we need to see if this number is divisible by 9. So all we have to do is add 2 + 7 + 1 + 8. That's 9 + 9 18. 18 is divisible by 9. So this number is divisible by 9. Okay, now to check the divisibility for 10. എളുപ്പമാണ്, എല്ലാവർക്കും അറിയുന്നുണ്ടാവും. 0 വെച്ച് എൻഡ് ചെയ്യുന്ന ഏതൊരു നമ്പറും 10 വെച്ച് ഡിവിസിബിൾ ആണ്. ഫോർ എക്സാമ്പിൾ 1320. ഓക്കെ, 1320 is divisible by 10 കാരണം അവസാനത്തെ സംഖ്യ 0 ആണ്. ഓക്കെ, 11ന്റെയും കൂടെ പഠിക്കണം. ഓക്കെ, ഇഫ് എ നമ്പർ, നമുക്കൊരു നമ്പർ ഉണ്ട് 1 4 3. ഓക്കെ, ഇതിന്റെ ഓഡ് പ്ലേസസിലുള്ള ഡിജിറ്റ്സ് ആഡ് ചെയ്യുക. 1ഉം 3ഉം. 1 + 3 is 4. പിന്നെ ഈവൻ പ്ലേസസിലുള്ള ഡിജിറ്റ്സ് ആഡ് ചെയ്യുക. ഇവിടെ ഈവൻ പ്ലേസിൽ ആകെ ഒറ്റ നമ്പറേ ഉള്ളൂ, ദാറ്റ് ഇസ് 4. ഇതിന്റെ ഡിഫറൻസ് എടുക്കുക. സോ 4 - 4 is 0. ഓക്കെ, സോ ഓഡ് പ്ലേസസിലുള്ള ഡിജിറ്റ്സിന്റെ സമ്മും ഈവൻ പ്ലേസസിലുള്ള ഡിജിറ്റ്സിന്റെ സമ്മും എടുത്തിട്ട് അതിന്റെ ഡിഫറൻസ് എടുക്കുക. അത് 0യോ 11ഓ അല്ലെ 11ന്റെ ഏതെങ്കിലും മൾട്ടിപ്പിൾ ആണെങ്കിലോ ദിസ് നമ്പർ വുഡ് ബി ഡിവിസിബിൾ ബൈ 11. ഒരു നമ്പറും കൂടെ നോക്കാം. 1 3 3 1. സോ ഇതിന്റെ ഓഡ് പ്ലേസിൽ 1ഉം 3ഉം, ദാറ്റ് ഇസ് 4. ഓക്കെ, 1 + 3 is 4. ഈവൻ പ്ലേസിലോ 3ഉം 1ഉം. 3 + 1 is 4. ഇതിന്റെ ഡിഫറൻസ് 4 - 4 is 0. സോ 0 ആയതുകൊണ്ട് ദിസ് നമ്പർ ഇസ് ഡിവിസിബിൾ ബൈ 11. ഓക്കെ, സോ ഇതാണ് ബേസിക് ഡിവിസിബിലിറ്റി റൂൾസ്. ഇനി ഞാനൊരു ചെറിയ ട്രിക്കും കൂടെ പറയാം. ഏതൊരു നമ്പറും നമുക്ക് ഡിവിസിബിലിറ്റി റൂൾ വെച്ച് ചെക്ക് ചെയ്യാം. ഫോർ എക്സാമ്പിൾ 12. ഓക്കെ, 12 ക്യാൻ ബി റിട്ടൺ ആസ് 3 × 4, റൈറ്റ്? സോ നമുക്ക് ഏതൊരു നമ്പറും 2 നമ്പറിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റുന്നുണ്ടെങ്കിലും ആ നമ്പറിന് കോമൺ ആയിട്ട് ഫാക്ടേഴ്സ് ഇല്ലാന്നും ഉണ്ടെങ്കിൽ, ഇപ്പൊ 3നും 4നും കോമൺ ഫാക്ടേഴ്സ് ഒന്നുമില്ല. സോ ഇഫ് എ നമ്പർ ഇസ് ഡിവിസിബിൾ ബൈ 3 and 4, then that number would be divisible by 12. Okay, for example 120. Okay, 120 എന്താ 3 വെച്ചും ഡിവിസിബിൾ ആണ്, 4 വെച്ചും ഡിവിസിബിൾ ആണ്. നമ്മളിപ്പോൾ പഠിച്ച റൂൾസ് വെച്ച് ചെക്ക് ചെയ്യാം.
സോ 3 വെച്ചും ഡിവിസിബിൾ ആണ്, 4 വെച്ചും ഡിവിസിബിൾ ആണെങ്കിൽ ദിസ് നമ്പർ വുഡ് ബി ഡിവിസിബിൾ ബൈ 12 ആസ് വെൽ. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് 2-3 ക്വസ്റ്റ്യൻസ് നോക്കാം, സോ ദാറ്റ് ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് തറവാവാനായിട്ട്. കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. UPSCയിൽ എല്ലാ വർഷവും ഒരു ചോദ്യം ഈ ഡിവിസിബിലിറ്റി റൂൾസിൽ നിന്ന് ഉണ്ടാകും. ഓക്കെ, ഈ ഒരു ഡിവിസിബിലിറ്റി റൂൾ അറിയാമെങ്കിൽ ഒരു ചോദ്യം എന്തായാലും കിട്ടും. വാട്ട് ലീസ്റ്റ് വാല്യൂ മസ്റ്റ് ബി അസൈൻഡ് ടു സ്റ്റാർ സോ ദാറ്റ് ദിസ് നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 9. ഓക്കെ, സോ ഈ ഒരു നമ്പർ 9 വെച്ച് ഡിവിസിബിൾ ആണെങ്കിൽ ഇതിൻ്റെ നമ്മളിപ്പോൾ ഡിവിസിബിലിറ്റി റൂൾ പഠിച്ചു, ഇതിൻ്റെ സം ഷുഡ് ബി ഡിവിസിബിൾ ബൈ 9. സോ ഇതിൻ്റെ സം എന്താണെന്ന് നോക്കാം. 1 + 9 10, 10 + 7 17, 17 + സ്റ്റാർ + 5. അപ്പം സ്റ്റാർ പ്ലസ് എത്ര, 17 + 5 is 22, 22 + 4 + 6 32, 32 + 2 is 34. സോ ഇതിൻ്റെ സം നമ്മൾ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് 34 പ്ലസ് സ്റ്റാർ എന്ന് വരും അല്ലേ. സോ ഈ 34 പ്ലസ് സ്റ്റാർ ഷുഡ് ബി ഡിവിസിബിൾ ബൈ 9. സോ സ്റ്റാറിന് എന്ത് വാല്യൂ എടുക്കാൻ പറ്റും? സ്റ്റാർ ഇപ്പോൾ 1 ആണെങ്കിൽ 34 + 1 35 ആണ് ആവുക. 35 9 വെച്ച് ഡിവിസിബിൾ ആണോ? അല്ല. പക്ഷെ 36 അതെ, 36 is divisible by 9. സോ എന്താ, സ്റ്റാർ ക്യാൻ ടേക്ക് ദ വാല്യൂ ഓഫ് 2. ഇഫ് സ്റ്റാർ ടേക്സ് ദ വാല്യൂ ഓഫ് 2, that means 34 + 2 is 36 and 36 is divisible by 9. ഓക്കെ, സോ ഇങ്ങനെ പ്രോബ്ലംസ് നമുക്ക് ചെയ്യാൻ പറ്റും. What digits can come in the place of star and dollar if this number is divisible by both 8 and 5? Okay, ഈ ഒരു നമ്പർ is divisible by both 8 and 5. സോ ഈ ഡോളർ, ഈ സ്റ്റാർ ഡോളർ എന്നുള്ളതിന് എന്തൊക്കെ ഡിജിറ്റ്സ് വരാൻ പറ്റും എന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. സോ നമുക്കറിയാം 5 വെച്ച് ഈ നമ്പർ ഡിവിസിബിൾ ആണ്. 5 വെച്ച് ഡിവിസിബിൾ ആവണമെങ്കിൽ എന്താ, ലാസ്റ്റ് ഡിജിറ്റ് ഷുഡ് ഐദർ ബി 0 or 5. ഇനി 8 വെച്ചും ഡിവിസിബിൾ ആണ്. സോ 8 വെച്ച് ഡിവിസിബിൾ ആണെങ്കിൽ എന്താ, ലാസ്റ്റ് 3 ഡിജിറ്റ് ഷുഡ് ബി ഡിവിസിബിൾ ബൈ 8 അല്ലേ. ഈ ഒരു 3 സംഖ്യ 8 വെച്ച് ഡിവിസിബിൾ ആയിരിക്കണം. സോ നമുക്ക് $5 വരാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ലേ, കാരണം അവസാനം 5 വരുന്ന ഒരു സംഖ്യ എന്തായാലും ഓഡ് നമ്പർ ആയിരിക്കും, അത് 8 വെച്ച് ഡിവിസിബിൾ ആയിരിക്കില്ല. സോ ലാസ്റ്റ് ഡോളർ എന്ന് പറയുന്ന ഈ ഒരു സൈൻ ഷുഡ് ബി 0. 0യോ 5ഓ ആവാം, പക്ഷെ 5 വന്നാൽ 8 വെച്ച് ഡിവിസിബിൾ ആയിരിക്കില്ല അല്ലേ. ഒരു 8 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന എല്ലാ നമ്പറും ഈവൻ നമ്പർ ആയിരിക്കും. സോ ഇവിടെ ഡോളറിന് പകരം നമുക്ക് 0 എന്ന് എഴുതാം. ഇനി 4 * 0 ഷുഡ് ബി ഡിവിസിബിൾ ബൈ 8 അല്ലേ. സോ സ്റ്റാറിന് എന്തൊക്കെ വാല്യൂ എടുക്കാം? സ്റ്റാറിന് 0 എടുക്കാം അല്ലേ. 400 8 വെച്ച് ഡിവിസിബിൾ ആണ്. 1 എടുക്കാൻ പറ്റുമോ? ഇല്ല. 410 ആവുകയാണെങ്കിൽ ദിസ് ഇസ് നോട്ട് ഡിവിസിബിൾ ബൈ 8. ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. 41 8 5 പ്രാവശ്യം പോവും, ബാക്കി റിമൈൻഡർ 1. 10 10 ഒരു പ്രാവശ്യം പോവും, റിമൈൻഡർ 2 വരും. ഓക്കെ, സോ 0 എടുക്കാം. പിന്നെ 1 പറ്റില്ല, 2 പറ്റില്ല, 3 പറ്റില്ല, 4 എടുക്കാം. 440 8 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ 8 എടുക്കാം. 5 6 7 ഒന്നും പറ്റില്ല. 8 എടുക്കുമ്പോൾ 480 8 വെച്ച് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, സോ സ്റ്റാർ ക്യാൻ ടേക്ക് 3 വാല്യൂസ് ആൻഡ് ഡോളർ ക്യാൻ ടേക്ക് 1 വാല്യൂ. ഓക്കെ, ഇനി ഓക്കെ, ഈ ഒരു ചോദ്യം കൂടെ നിങ്ങൾക്ക് ചെയ്ത് കഴിയുമ്പം 11ൻ്റെയും കൂടെ ഡിവിസിബിലിറ്റി ടെസ്റ്റ് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇവിടെ ഒരു നമ്പർ തന്നിട്ടുണ്ട്. ഈ ഒരു നമ്പർ ഇസ് ഡിവിസിബിൾ ബൈ ബോത്ത് 8 and 11. സോ ഈ എമ്മും എന്നും 2 വേരിയബിൾസ് ആണ്. അത് എന്തൊക്കെ വാല്യൂസ് ആണ് എമ്മും എന്നിനും വരാൻ പറ്റുക എന്നാണ് ചോദിച്ചേക്കുന്നത്. സോ ഈ ഒരു നമ്പർ 8 വെച്ച് ഡിവിസിബിൾ ആണ്. അതിൻ്റെ അർത്ഥം അവസാനത്തെ 3 ഡിജിറ്റ്സ് 8 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 5 8 n. സോ 5 8 n 8 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. എന്നിന് എന്ത് വാല്യൂസ് എടുക്കാം? 58ന് നമ്മൾ 8 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ബാക്കി റിമൈൻഡർ 2. അപ്പം 2n ഷുഡ് ബി ഡിവിസിബിൾ ബൈ 20 should be divisible by 8. So n can take and 24, right? n can take 4. That is 5 8 4 is divisible by 8. Check ചെയ്താൽ മതി. 58 by 8 56, remainder 2 24. 8 into 3 is 24. So n can take 4. So n 4 ആണെങ്കിൽ mന്റെ വാല്യൂ എന്തൊക്കെയാകാം? ഈ മൊത്തം സംഭവം digit number is divisible by 11. So m plus 9 plus നമ്മൾ എന്താ ഓഡ് പ്ലേസസിലുള്ള ഡിജിറ്റ്സ് എടുക്കും.
4 8 m plus 9 plus 4 plus 4 plus 8 m 9 4 4 8 ഇത് എത്രയാ 13 17 25 25 പ്ലസ് എം. ഓക്കെ, ഇനി ഈവൻ പ്ലേസസിലുള്ള ഡിജിറ്റ്സ് എടുക്കും 3 0 8 5 n. ഓക്കെ, 3 പ്ലസ് 0 പ്ലസ് 8 പ്ലസ് 5 പ്ലസ് n. n 4 നമുക്ക് കിട്ടി. ഓക്കെ, അപ്പൊ ഇത് 3 പ്ലസ് 0 പ്ലസ് 8 11 11 9 20 20. ഇതിന്റെ ഡിഫറൻസ് 0 11 ആയിരിക്കണം. ഇതിന്റെ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ 25 പ്ലസ് എം മൈനസ് 20 അല്ലേ. ഇതെത്രയാ എം പ്ലസ് 5. സോ എം പ്ലസ് 5 0 ആവാൻ പറ്റില്ല, കാരണം എം എന്താ ഒരു സിംഗിൾ ഡിജിറ്റാ. എമ്മിന് 0 തൊട്ട് 9 വരെയുള്ള വാല്യൂസ് ആണ് എടുക്കാൻ പറ്റുന്നത്. സോ എമ്മിന് എന്ത് വാല്യൂ എടുക്കാൻ പറ്റും? എമ്മിന് 6 എടുക്കാൻ പറ്റും അല്ലെ. 6 എടുത്താൽ 6 പ്ലസ് 5 is 11. നമുക്കറിയാം ഡിഫറൻസ് 0 11 അതോ 11 ഏതെങ്കിലും മൾട്ടിപ്പിളോ ആണെങ്കിൽ ദിസ് നമ്പർ വുഡ് ബി ഡിവിസിബിൾ ബൈ 11. സോ ഇതിന്റെ ആൻസർ n 4 m 6. ഓക്കെ, നമുക്കൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കൂടെ നോക്കാം, സോ ദാറ്റ് നിങ്ങൾക്ക് മനസ്സിലാവും. ചിലപ്പം ക്വസ്റ്റ്യൻ കുറച്ച് വ്യത്യാസം ഉണ്ടാകും, പക്ഷെ കൺസെപ്റ്റ് ഇതാണ്. ഈ കൺസെപ്റ്റ് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ പറ്റും. An 8-digit number, this number leaves a remainder 0 when divided by 3. So leaves a remainder when 0 when divided by 3 ന്റെ അർത്ഥം എന്താ? ആ നമ്പർ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ ഒന്നുമില്ല. അതിന്റെ അർത്ഥം 3 is a factor of that number, right? How many values of b are possible? So bക്ക് എത്ര വാല്യൂസ് പോസിബിൾ ആണ്? b ഒരു ഡിജിറ്റ് ആണ്. സോ ബിന്റെ വാല്യൂ എന്താ? 0 തൊട്ട് 9 വരെയുള്ള ഏതോ ഒരു ഡിജിറ്റ് ആണ്. അപ്പം 0 തൊട്ട് 9 വരെയുള്ള ഡിജിറ്റിൽ എത്ര വാല്യൂസ് ബിന് പോസിബിൾ ആണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. സോ ഇത് 3 വെച്ച് ഡിവിസിബിൾ ആണെങ്കിൽ നമുക്കറിയാം ഇതിന്റെ സം ഓഫ് ദ ഡിജിറ്റ് ഷുഡ് ബി ഡിവിസിബിൾ ബൈ 3. സോ അത് നോക്കാം. 4 പ്ലസ് 2 4 പ്ലസ് 2 പ്ലസ് 5 പ്ലസ് 2 പ്ലസ് 7 പ്ലസ് 4 പ്ലസ് 6 പ്ലസ് ബി അല്ലേ. ഇതെത്രയാ? 6 5 11 11 9 20 20 10 30. സോ 30 പ്ലസ് ബി ഷുഡ് ബി ഡിവിസിബിൾ ബൈ 3. സോ ബിക്ക് ഏതൊക്കെ വാല്യൂ എടുക്കാം? 0 എടുക്കാൻ പറ്റുമോ? 0 എടുത്ത 30 പ്ലസ് 0 is 30 itself and 30 is divisible by 3. So 0 എടുക്കാം. 1 എടുക്കാൻ പറ്റുമോ? 1 എടുത്ത 30 plus b is 31. 31 is not divisible by 3. So 1 എടുക്കാൻ പറ്റില്ല. അങ്ങനെ ഏതൊക്കെ വാല്യൂ എടുക്കാം? 2 എടുക്കാൻ പറ്റില്ല, 3 എടുക്കാം. കാരണം 33 3 വെച്ച് ഡിവിസിബിൾ ആണ്. 6 എടുക്കാം, 9 എടുക്കാം അല്ലെ. 33 36 39 അല്ല, 3 വെച്ച് ഡിവിസിബിൾ ആണ്. സോ ബി ക്യാൻ ടേക്ക് 4 വാല്യൂസ് 0 3 6 and 9. സോ ആൻസർ വുഡ് ബി സി. ഓക്കെ, ഇനി ഒരു ചെറിയൊരു ട്രിക്കും കൂടെ പറഞ്ഞുതരാം. 7ന്റെ ഡിവിസിബിലിറ്റി. ഓക്കെ, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു നമ്പറിന്റെ ഡിവിസിബിലിറ്റി അറിയില്ല എന്നുണ്ടെങ്കിൽ എപ്പോഴും ആ നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. സോ ഫോർ എക്സാമ്പിൾ 868. ഓക്കെ, 868. ഇത് 7ന്റെ ഡിവിസിബിലിറ്റി അറിയില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് 7 വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. 7 വെച്ച് ഷോർട്ട് ഹാൻഡ് ആയി ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 1 റിമൈൻഡർ 1 വരും, 2 16 2 തവണ പോകും, പിന്നെ 28 4 തവണ പോകും അല്ലേ. 7 വെച്ച് ഡിവിസിബിൾ ആണ്. പക്ഷെ ഇതിനൊരു ടെക്നീക്കും കൂടെ ഉണ്ട്. ഓക്കെ, ഞാൻ ടെക്നീക്ക് പറഞ്ഞു തരാം. 7ന്റെ ഡിവിസിബിലിറ്റി റൂൾ. ലാസ്റ്റ് ഡിജിറ്റ് എടുക്കുക, അതായത് 8 അല്ലേ. 8ന് 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, 16 കിട്ടും. 16 ഇവിടെ എഴുതുക. ഇനി ഈ മുകളിലുള്ള നമ്പറിൽ നിന്ന് മൈനസ് ചെയ്യുക. ഓക്കെ, 86 മൈനസ് 16 is 70. ഈ നമ്പർ 7 വെച്ച് ഡിവിസിബിൾ ആണെങ്കിൽ മുകളിലത്തെ നമ്പറും 7 വെച്ച് ഡിവിസിബിൾ ആണ്. ഓക്കെ, അതായത് 70 is divisible by 7 അല്ലെ. 7 into 10 is 70. അങ്ങനെയാണെങ്കിൽ ദിസ് നമ്പർ is also divisible by 7. ഫോർ എക്സാമ്പിൾ ഒരു നമ്പറും കൂടെ എടുക്കാം, 1976. ഓക്കെ, സോ 6നെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, 12 ആയി. സോ ഡിവൈഡ് സബ്ട്രാക്ട് ചെയ്യുക, 5 8 1 185. ഇനി ഇതിനി ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നും കൂടെ ട്രൈ ചെയ്ത് നോക്കുക. 5
5ൻ്റെ 2 10, റിമൈൻഡർ 8. 8 7 വെച്ച് ഡിവിസിബിൾ ആണോ? അല്ല. അതിൻ്റെ അർത്ഥം ദിസ് നമ്പർ ഇസ് നോട്ട് ഡിവിസിബിൾ ബൈ 7. ഓക്കെ. സോ ഈ ഒരു ടെക്നിക്ക് യു ക്യാൻ യൂസ് ടു ചെക്ക് ദ ഡിവിസിബിലിറ്റി ഓഫ് 7. സോ ഇതുപോലെ ഓരോ കൺസെപ്റ്റും പഠിച്ചു പോകുക എന്ന് മാത്രമേ ഉള്ളൂ. ഈ എക്സാം എളുപ്പത്തിൽ ക്ലിയർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഫൈൻ. അമൃത IAS അക്കാദമി.